മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കുഞ്ഞിത്തൈ സഹകരണ ബാങ്ക് ഓണവിപണി ആരംഭിച്ചു. കുഞ്ഞിത്തൈ സഹകരണ ബാങ്ക് ഓണത്തോടനുബന്ധിച്ച് ഓണവിപണി ആരംഭിച്ചു. വിപണന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പറവൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എസ് സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ജോർജ് തച്ചിലക്കത്ത് അധ്യക്ഷനായി. നിത്യോപയോഗ സാധനങ്ങളുടെ വില ഗണ്യമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിപണനം പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാകുമെന്ന് ഉദ്ഘാടന പ്രസംഗ ചടങ്ങിൽ ശ്രീ എസ് സുമേഷ് സൂചിപ്പിച്ചു. സഹകരണ വകുപ്പിൻ്റെയും കൺസ്യൂമർ ഫെഡിൻ്റെയും ആഭിമുഖ്യത്തിൽ കേരളത്തിലൊട്ടാകെ 1800ഓളം സഹകരണ ഓണച്ചന്തകളാണ് നടത്തിവരുന്നത്. അതിൽ നമുക്ക് എറണാകുളം ജില്ലയിൽ ഏകദേശം ഒരു 150ഓളം ചന്തകൾ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പറവൂർ താലൂക്കിൽ 24ഓളം സംഘങ്ങളാണ് ഇന്ന് ഓണച്ചന്ത ആരംഭിക്കുന്നത്. അത് നമുക്ക് അഭിമാനിച്ചോടെ പറയാം. കുഞ്ഞിത്തൈ സർവീസ് സഹകരണ ബാങ്കാണ് ആദ്യമായിട്ട്, അതായത് ഇന്ന് നാളെയാണ് ജില്ലാതല ഉദ്ഘാടനമെങ്കിലും ഇന്ന് തന്നെ നമുക്ക് സഹകരണ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഭരണസമിതി അംഗങ്ങളുടെയും പ്രസിഡന്റിൻ്റെയും എൻ്റെ സ്നേഹിതനായ സെക്രട്ടറിയുടെയും വളരെയധികം പരിശ്രമങ്ങളുണ്ട്. ചടങ്ങിൽ ഈ വർഷം സംസ്ഥാന തലത്തിൽ നടന്ന മംഗലം കലിയിൽ എ ഗ്രേഡ് നേടിയ നയന AHനെയും BSc കമ്പ്യൂട്ടർ സയൻസിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അക്ഷയ് സുരേഷിനെയും ആദരിച്ചു. വൈസ് പ്രസിഡന്റ് PM ശ്യാംലാൽ, മുൻ ബാങ്ക് പ്രസിഡന്റ് TK ബാബു, ബാങ്ക് സെക്രട്ടറി അനിൽ ഏലിയാസ്, മറ്റു ഭരണസമിതി അംഗങ്ങളായ ലെനിൻ കലാധരൻ, PD സലീം, മെൽബിൻ റോജ, ഇന്ദ്ര ടീച്ചർ, സരിത ടീച്ചർ, ജ്യോതി രാജേഷ് എന്നിവർ സംസാരിച്ചു. ജീവനക്കാരായ സിനി MA, ബബിത KS, രജനി KR, അനീറ്റ മെയിൻ, ശോഭ VV, മറ്റ് സഹകാരികളും പങ്കെടുത്തു. എല്ലാ ആഘോഷ വേളകളും ആഹ്ലാദഭരിതമാക്കുന്നതിന് വേണ്ടി ഏറെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബാങ്കാണ്. വർഷങ്ങളായി ഓണക്കാലത്തായാലും വിഷുനാളുകളിലും ക്രിസ്മസ് നാളുകളിലുമെല്ലാം സർക്കാർ അനുവദിക്കുന്ന മുറക്ക് വിപണനം ആരംഭിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ തരണം ചെയ്യുവാനായി സർക്കാർ ആവിഷ്കരിക്കുന്ന പരിപാടികളിൽ വളരെ മുന്നിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും ഇത് നമ്മൾക്ക് അനുവദിച്ചു വിട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ.